സാർ അല്ല പറഞ്ഞോ വണ്ടി. ഹായ് ഗൈസ്, എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്ന് നല്ലൊരു വീക്കെൻഡ് ആൻഡ് എ ഗുഡ് ക്ലൈമറ്റ്. അപ്പോൾ എന്ത് ചെയ്യുന്ന ആലോചിച്ചിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഇവിടെ ഹാലിഫാക്സിലെ ഡ്രിവൻ ഹാലിഫാക്സ് എന്ന് പറഞ്ഞൊരു കാർ ഷോ ഹാപ്പനിങ് ആണെന്ന് അറിഞ്ഞ്. ഡ്രിവൻ കാർ ഷോ എന്ന് വെച്ചാൽ ഇറ്റ്സ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് കാർ ഷോ ദാറ്റ് ഇസ് ഹാപ്പനിങ് റൈറ്റ് നൗ ഇൻ കാനഡ. സോ നമുക്ക് നമ്മുടെ കൂട്ടത്തിൽ എല്ലാവരും ഇച്ചിരി വണ്ടീനോട് ഇച്ചിരി കൂടുതൽ ഇൻ ടു കാർസ് ആണ്. ബേസിക്കലി പറഞ്ഞ വണ്ടി ഭ്രാന്തന്മാരാണ്. അപ്പം നമ്മളെല്ലാവരും പോകാൻ ഉദ്ദേശിച്ച് നമ്മുടേതായ ചെറിയ 2-3 വണ്ടികളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അതൊക്കെ കൊണ്ട് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക അവരെ, പിന്നെ അവരുടെ വണ്ടികളൊക്കെ കാണുക. ബേസിക്കലി അവിടെ കൂടുതലും ഈ ആഫ്റ്റർ മാർക്കറ്റ് പെർഫോമൻസ് വണ്ടികൾ, ഇപ്പോൾ അപ്ഗ്രേഡഡ് ആയിട്ടുള്ള വണ്ടികൾ, അതിനെക്കുറിച്ചൊക്കെയാണ് അവർ കൂടുതൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഐ എം ഓൾസോ മച്ച് എക്സൈറ്റഡ് ടു സീ വാട്ട് ഇസ് ഹാപ്പനിങ് ദർ. സോ നമ്മൾ പോകുന്ന നമ്മുടെ കൂട്ടുകാരുടെ വണ്ടികളും കാര്യങ്ങളെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഈ കിടക്കുന്നത് നമ്മുടെ മിലൻ യൂസ് ചെയ്യുന്ന കെമാറോൻ്റെ 3 ലിറ്റർ V6 എൻജിൻ വിത്ത് കസ്റ്റം RS പാക്കേജോടുകൂടി വരുന്ന ഫുൾ ബ്ലാക്ക് എഡിഷൻ കെമാറോ ആണ്. പവർ റേഷൻ ആണ്. വണ്ടീനെ കുറിച്ച് കൂടുതൽ പറയാന്ന് വെച്ചാൽ നമുക്ക് ആദ്യം വണ്ടിയുടെ ഇത് കേട്ട് നോക്കാം. എന്ത് കോൾ സ്റ്റാർട്ട് കേട്ട് നോക്കാം. നിങ്ങളൊന്ന് കേട്ട് നോക്ക്. ഓക്കെ, പിന്നെ ഇവൻ്റെ കസ്റ്റം നമ്പർ പ്ലേറ്റും കസ്റ്റമാണ്. KL ബോസ് എന്ന് പറഞ്ഞ കസ്റ്റം നമ്പർ പ്ലേറ്റൊക്കെ ആയിട്ടാണ് പുള്ളി കറങ്ങണത് ഇവിടെ. ഇനി അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് പേഴ്സണലി ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ വണ്ടിയാണ്. അതാണ് നിങ്ങൾക്കിപ്പോൾ വരുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന ഹോണ്ടയുടെ കൂപ്പയാണ്. ഹോണ്ട അക്കോർഡ് 2 ലിറ്റർ V4 എഞ്ചിനോട് കൂടിയ കൂപ്പേ മോഡലാണ്, 2 ഡോർ. എനിക്ക് അക്കോർഡ് എനിക്ക് പണ്ട് തൊട്ട് ഭയങ്കര ഇഷ്ടമുള്ളൊരു വണ്ടിയായിരുന്നു. ഐ മീൻ ഇവിടെ വന്നേ പിന്നെ ശേഷം കേട്ടോ സ്റ്റിൽ അത് മേടിക്കാൻ പറ്റി. അടുത്തത് കാണിക്കാൻ പോകുന്നത് നമ്മുടെ തന്നെ ഒരു ക്ലോസ് ഫ്രണ്ടായ ഗോപാൽ റാം. അവൻ യൂസ് ചെയ്യുന്ന അവൻ്റെ ഫോർഡിൻ്റെ മസ്റ്റങ് എക്കോ ബൂസ്റ്റ് പ്രീമിയം. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ഇറ്റ് ഈസ് എ സൂപ്പർ ചാർജ്ഡ് എൻജിൻ. അടുത്ത നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഒരു ക്രൂ മെമ്പറിനെയാണ്, അഞ്ജന. നിങ്ങൾ എന്നെ കാണും. നമ്മളപ്പോ ചുമ്മാ ഫുഡ് കഴിക്കാൻ വന്നാണ്. അതായത് വണ്ടികളൊക്കെ കടന്ന് മെഗ്ഡി വന്ന് ഫുഡൊക്കെ കഴിച്ച് നാളെ പോന്നതാണ്. ഇനി അടുത്ത സ്റ്റോപ്പ് ഡ്രിവൻ. അവിടെ ചെന്നിട്ട് കാണാം ബാക്കിയുള്ള പരിപാടികൾ എന്തൊക്കെയുണ്ടെന്ന്. അങ്ങനെ ഗൈസ്, നമ്മളിത് ഇവന്റ് നടക്കുന്ന ഹാലിഫാക്സ് എക്സിബിഷൻ സെന്ററിലേക്ക് എത്തി. ഇതിന്റെ പാർക്കിംഗ് ലോട്ടാണ് നമ്മൾ കാണുന്നത്. നിറച്ച് വണ്ടികൾ, പല വണ്ടികൾ, പലരും കാണാൻ വന്നവരുടെയും ചിലർ പാർക്ക് ചെയ്തവരുണ്ട്. പുള്ളിക്ക് കിട്ടാനുള്ളത് കിട്ടിയപ്പോ പുള്ളി ഹാപ്പി. അമ്മച്ചിയുടെ വായിലിരിക്കുന്ന എന്തോ ആ ട്രക്കുകാരന് കിട്ടി. ഗോപാൽ ബ്രോ ഓരോ ഹമ്പിനും ഓരോ ഹൈവേയിലേക്ക് വരാതെ എനിക്ക് എന്റെ ജേമേ ഗോപാൽ ഇങ്ങനെ ശരിയാണ്. ഇച്ചിരി കൂടി താത്തിരുന്നെങ്കിൽ പമ്പർ പൊളിഞ്ഞേനെ. ഒരു ടെസ്റ്റിലേക്ക് എങ്ങനെ ധൈര്യം വന്നിട്ട് ഞാൻ പറയട്ടെ, ഒരു GTR എന്തായിരുന്നു, നിസ്മോ, ഒരു നിസ്മോ ഉണ്ട്. ഈ കാണുന്ന വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RWBൻ്റെ ഫസ്റ്റ് വണ്ടിയാണ്. അക്കീറ നക്കായ് ഒരു ലെജൻഡാണ്, മറ്റേ വൈറ്റ് ബോഡി കിറ്റിൻ്റെ. അപ്പോൾ പുള്ളി ഡിസൈൻ ചെയ്ത ഫസ്റ്റ് വണ്ടിയാണ് അത്.
ഇത് ഒറ്റ ദിവസം നടക്കുന്ന ഇവൻ്റ് ആയതുകൊണ്ട് ഒരു പൂരത്തിനുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഫുൾ തിരക്ക്. നമ്മൾ ഈ കാണുന്ന പോലെയല്ല, ഇതിൽ അത്യാവശ്യം എല്ലാ സെഗ്മെൻറ്റിലുള്ള കാറുകളുണ്ട്, ഓൾട്ടേഡ് ആയിട്ടുള്ള വണ്ടികളുണ്ട്, എൻജിൻ സ്പെക്ക് ചെയ്തിട്ടുള്ള വണ്ടികളുണ്ട്. ഇതിപ്പോൾ നീ ഞങ്ങൾ കാണുന്നത് ഈ കിടക്കണ മുതലിനാണ് എൻ്റെ കാർ ഷോയിലെ ബെസ്റ്റ് കാർ അവാർഡ് കിട്ടിയേക്കണത്. ഇത് ജാഗ്വാറിൻ്റെ എഫ് ടൈപ്പ്. ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസൈൻ ഇൻ ദ കാർ ഷോ അവാർഡും ഈ കാറിന് കിട്ടിയത്. വേറെ എന്താണ് പറയാനുള്ളത്? ലൈക്ക് ഇത്രയും വണ്ടികൾ കാണും എവറി മന്ത്. എൻജോയ് ചെയ്തോ? പാട്ട് മാറ്റണം. നമ്മുടെ വണ്ടി ഇറക്കാൻ പറ്റിയില്ലേ? കാർ ഷോയിൽ വന്ന ജിതിൻ എന്താണ് പറയാനുള്ളത്? ഇംഗ്ലീഷ് വേണം, മലയാളം വേണം, എന്തായാലും കുഴപ്പമില്ല. കൊള്ളാം. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? ഇറക്കാൻ പറ അടുത്തത്. അങ്ങനെ ഇപ്പം ഈ നമ്മൾ കാണുന്നതാണ് ഇവൻറ്റിൻ്റെ ഏറ്റവും അവസാനത്തെ പ്രോഗ്രാം. ഇതൊരു ഡ്രിഫ്റ്റ് ആണ്, ഒരു ഡ്രിഫ്റ്റ് ഷോ വിച്ച് ഇസ് ഓർഗനൈസ്ഡ് ബൈ ദി കനേഡിയൻ ഡ്രിഫ്റ്റ് സീരീസ്. ഒരു ടൊറൻറ്റോ ബേസ് ചെയ്തിട്ടുള്ളൊരു ഡ്രിഫ്റ്റിംഗ് പഠിപ്പിക്കുന്ന ഒരു സ്കൂളാണ്. നല്ല അടിപൊളി, നല്ല കളറ് പരിപാടിയായിരുന്നു. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. ഡ്രിവൻ പോയിട്ട് ഇപ്പൊ എങ്ങനെ എന്റെ എക്സ്പീരിയൻസ് എന്തൊക്കെ തോന്നിയ? വർത്തിട്ടായിരുന്നോ? വർത്തിട്ടാണെന്ന് ചോദിച്ചാൽ ഓബ്വിയസ്ലി അത് വർത്തിട്ടാണ്. കാരണം ഒന്ന്, നമുക്ക് ഇത്രയും പല തര അപ്ഗ്രേഡ് ചെയ്ത പെർഫോമൻസ് കൂട്ടിയ വണ്ടികൾ കാണാൻ പറ്റി. പിന്നെ അക്കീര നക്കായി സാറിനെ കാണാൻ പറ്റി. അങ്ങേര് പോർഷയുടെ ഫുൾ വൈറ്റ് ബോഡി സെറ്റ് ചെയ്യുന്ന പുള്ളിക്കാരാണ്. അതിൻ്റെ ഗോഡ് അങ്ങനത്തെ ഒരു ലെവൽ മനുഷ്യനെ കാണാൻ പറ്റി. പിന്നെ എന്ന് പറയുന്നത് കളർ, ഈ പരിപാടി ഒന്നുകൂടി കളർഫുൾ ആയിരുന്ന ഇത്രയും കാർ എൻതൂസിയാസ്റ്റ് ഒരുമിച്ച് വന്നു. വലിയ ക്രൗഡായിരുന്നു. അപ്പം അതൊരു പുതിയ എക്സ്പീരിയൻസ് ആണ്. ഒരു ക്രൗഡ് വരിക, കാനഡയുടെ പല ഭാഗത്ത് ഇത്രയും ആൾക്കാർ വരും എന്നൊരു പ്രതീക്ഷയില്ലായിരുന്നു. അപ്പം ഡെഫിനറ്റ്ലി ഇറ്റ് വാസ് ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ്. അപ്പം ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇതായിരുന്നു നമ്മുടെ ഡ്രിവൻ ഷോ എക്സ്പീരിയൻസ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.